അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണ്, അഭിമുഖ സംഭാഷണമാണ്. അങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ മുഴുവനും വേണ്ടത് അള്ളാഹുവാണ്. എന്നാൽ നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്? ഈ പറയുന്ന ഞാനടക്കം, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളടക്കം ഒന്ന് ചിന്തിച്ചു നോക്ക്. എത്ര ആളുകളുണ്ട് നിസ്കാരം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് നിസ്കരിക്കുന്നവർ? വളരെ ചുരുക്കം ചിലർ ഉണ്ടെങ്കിൽ ആയി, ഇല്ലെങ്കിൽ ഇല്ല. കാരണം നമ്മൾ നിസ്കാരത്തിന് കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത മുഴുവനും പോകുന്നത് ദുന്യവ്യായ കാര്യങ്ങൾക്കാണ്. നമുക്ക് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് നിസ്കാരത്തിലായിരിക്കും. ഇത് എൻ്റെ അനുഭവമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയായി എന്നല്ല. എന്നോട് ഇവിടെ അറിയപ്പെട്ട ഒരാള്, ഞാൻ ആളെ ഒന്നും പറയുന്നില്ല, അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോയിട്ട് ജമാഅത്ത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, തങ്ങളെ നിങ്ങൾ ആ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഏതാ? ഇങ്ങനെ നമ്മുടെ ഇടയിൽ ഒരു കണക്കുണ്ടല്ലോ, അത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കിത് നിസ്കാരത്തിന് കൈകെട്ടിയപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെയാണ് നിങ്ങളോട് വന്ന് ചോദിച്ചത്. ഞാൻ ഇടയിലൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അങ്ങനെ നമുക്ക് ഓർമ്മയില്ലാത്ത പല കാര്യങ്ങളും ഓർമ്മ വരുന്നത് നിസ്കാരത്തിലാണ്. എന്നാൽ അങ്ങനെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം ഇല്ല എന്ന് മാത്രമല്ല, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വൈലുല്ലിൽ മുസല്ലീൻ, നരകത്തിലെ ഏറ്റവും കഠിനമായ അടിത്തട്ടിലുള്ള ആഴത്തിലുള്ള ആ നരകം, വൈല് എന്ന് പറയുന്ന നരകം, ആ നരകം ഇതുപോലെ നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. ഉദാഹരണത്തിന് നമ്മൾ രണ്ടുപേര് മുഖാമുഖം നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അദ്ദേഹത്തോടാണ്, പക്ഷെ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ നോട്ടം, കാര്യങ്ങളൊക്കെ പുറത്താണ്. ആ സമയത്ത് അദ്ദേഹത്തിന് നമ്മോട് ദേഷ്യം വരൂലേ? അല്ലെങ്കിൽ അദ്ദേഹം നമ്മോട് പറയുമ്പോൾ അവരിങ്ങനെ അലസമായിട്ടാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ചോദിക്കൂലേ, അല്ല നീ ആരോടായി പറയുന്നത് ചോദിക്കൂലേ? അതുപോലെയാണ് അള്ളാഹു തആല പറഞ്ഞത്, അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോൾ, അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതേ രൂപത്തിൽ സംസാരിക്കണം. എന്നാൽ നമുക്ക് പറ്റാത്തതും അത് തന്നെയാണ്. എന്നാൽ ഇതിനെന്താണ് ഒരു വഴി? പല ആളുകളും ഇതിന് ശ്രമിച്ചിട്ടുണ്ടാകും. ചില ആളുകള് നമ്മൾ ഓതുന്ന ഖുർആൻ അല്ലെങ്കിൽ റുക്കൂലും സുജൂദിലൊക്കെ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹുകള്, അതിന്റെ വരികൾ ഇങ്ങനെ മനസ്സിൽ നടത്താറുണ്ട്, ആ ഒരു ഓർമ്മയെങ്കിലും കിട്ടാൻ വേണ്ടി. പക്ഷെ ഒന്നോ രണ്ടോ വരി കഴിയുമ്പോൾ അത് നമ്മളെ കയ്യിൽ നിന്ന് പോകും, പിന്നെ അത് പിടിച്ചാൽ കിട്ടൂല. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതിനിക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട്, ഒരു വഴി പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു നിസ്കാരം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുക, പടച്ചോനെ ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം. അടുത്ത ഒരു നിസ്കാരം നിസ്കരിക്കാൻ ഞാൻ ചിലപ്പോൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെയല്ലേ? പെട്ടെന്നുള്ള മരണങ്ങൾ. നല്ല ആരോഗ്യവാനായ മനുഷ്യനായിരിക്കും, ചിലപ്പോൾ നല്ല രൂപത്തിൽ നടന്നു പോകുന്നുണ്ടാകും, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരിക്കുക. എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് മരിച്ചു പോകുന്നുള്ളത്. അല്ലാഹു തആല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മൾ സ്വയം മനസ്സിൽ കരുതുക, അതായത് ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കാം. പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ അവിടെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ നിസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നേരെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടവരായിരിക്കും, ഈ നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും. അത് നമ്മൾ മനസ്സിൽ കരുതിയാൽ പിന്നെ അവിടെ നമുക്ക് അള്ളാഹുവിനെ മാത്രമേ ഓർമ്മ വരുള്ളൂ. കാരണം ഇനിയൊരു നിസ്കാരം നമുക്കില്ല. നമ്മൾ വിചാരിക്കൽ എന്താ? അടുത്ത നിസ്കാരം നന്നാക്കാം, അടുത്ത നിസ്കാരം നന്നാക്കാം, ഇങ്ങനെയായിരിക്കും. നമുക്ക് മരണത്തിന്റെ ചിന്തയില്ല. അല്ലാഹു തആല പറയുന്നുണ്ട്, മാദാ തക്സിബു ഗദൻ ബിഅയ്യി അർളിൻ തമൂത്ത്, നാളെ നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഏത് ഭൂമിയിൽ മരിക്കും, എവിടെ മരിക്കും നിങ്ങൾക്കറിയില്ല. ശരിയാണ്, മനുഷ്യനിക്ക് ഗ്യാരണ്ടിയില്ല, വാറണ്ടിയില്ല. എന്നാൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾക്കും ഗ്യാരണ്ടിയും വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അതുണ്ടാക്കുന്ന മനുഷ്യനിക്ക് ഗ്യാരണ്ടിയും ഇല്ല, വാറണ്ടിയും ഇല്ല.
അപ്പോൾ ഏത് സമയത്തും നമ്മൾ മരിച്ചു പോകും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ കിട്ടും, ഭയഭക്തി കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, മിനിഞ്ഞാന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിലൂടെ. എന്താ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന് 4 ഓപ്ഷന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മാതാവ്, പിതാവ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ ഇണ, അതായത് പുരുഷനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഭാര്യ, സ്ത്രീയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഭർത്താവ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരുപാട് ആളുകൾ അതിൽ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലിദിഹി വന്നാസി അജ്മഈൻ. എല്ലാ ആളുകളെക്കാളും എന്നെ ഒരാൾ സ്നേഹിക്കുന്നത് വരെ, എല്ലാ ആളുകളെക്കാളും എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ശരീരമാണ് അല്ലെ. അതിനേക്കാളും കൂടുതൽ ഒരാൾ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരിപൂർണ മുഅ്മിനാവുകയില്ല. ഇതൊന്നും ചില ആളുകൾ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇത് മിനിഞ്ഞാന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇനി ഞാൻ ഷോർട്സിലൂടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.